ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ് വണ്ടി. നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞത് ജോബ് കാർഡിൽ പറഞ്ഞത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്, കാർബറേറ്റർ ചെക്കപ്പ്, ബാറ്ററി ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. സ്പോക്ക് വീലിൻ്റെ മോഡലാണെന്നുള്ളൂ, കാസ്റ്റ് വീലിൻ്റെ അല്ല, സ്പോക്ക് വീലിൻ്റെ ആണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്കിടന്ന് ഉപയോഗിക്കാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഹബിനകത്ത് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഒരു അല്പം വലിച്ചിൽ കാണിക്കും. ബ്രേക്ക് കിട്ടായി അല്ല, ചെറിയൊരു വലിച്ചിൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. കാരണം ആ ലൈനർ വരുമ്പോൾ തന്നെ പൊടി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയും. അതാണ് നിലവിൽ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനായിട്ടുണ്ട്. ചെയിൻ ചെറിയ ലൂസ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടി അഴിക്കുമ്പോൾ നിലവിൽ ഓയിലിൻ്റെ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ശരിക്കും വണ്ടിയുടെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ പെട്ടെന്ന് സ്ക്രാച്ചസ് കാര്യങ്ങൾ വരെയും പുകയുടെ പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഓയിൽ ലെവൽ കുറവാണ്. നമ്മളിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് മീറ്റർ ഓൾറെഡി നമുക്ക് വർക്കിംഗ് അല്ല നിലവിൽ. അപ്പോൾ ഞാൻ മീറ്ററിൻ്റെ കേബിൾ മാറ്റി വർക്കിംഗ് ആക്കിയിടാം. ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ, ഇപ്പോൾ ഉള്ള മീറ്ററിനേക്കാൾ ഒരു 1000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ എഞ്ചിൻ ഓയിലൊന്ന് വന്നിട്ട് ചെക്ക് ചെയ്യണം. അത് നമുക്കൊരു 5 മിനിറ്റ് അടുത്ത കേസുള്ളൂ. ഓയിൽ ലെവലൊന്ന് നോക്കണം, കാര്യമായിട്ട് കുറഞ്ഞു പോകണ്ടോ എന്നുള്ള ദിവസം നോക്കണം. കാര്യമായിട്ട് കുറഞ്ഞു പോകണ്ടെങ്കിൽ നമുക്ക് അത് എന്താണ് ആ പ്രോബ്ലം എന്ന് നോക്കി അത് കൃത്യമായിട്ട് പരിഹരിച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ പോകെ കംപ്ലയിൻസിലേക്ക് പോകും, ഓയിൽ ലെവൽ കുറഞ്ഞു കൂടും, പെട്ടെന്ന് പിസ്റ്റൺ കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. അതൊന്ന് ഗൗരവത്തിലെടുക്കുക, കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ മൈലേജ് ഷോട്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് കാർബറേറ്റർ ട്യൂണിങ് ഒക്കെ ചെയ്താൽ മതി. കാരണം കാർബറേറ്റർ അഴിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനാണ് സാധ്യത. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. 1 ലിറ്റർ പെട്രോൾ 200 മില്ലി എത്തനോൾ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതായത് 20% എത്തനോളാണ് നിലവിൽ ഇപ്പോഴത്തെ പെട്രോളിൽ മിക്സ് ചെയ്തേക്കണേ. അത് കാർബറേറ്റർ മോഡൽ വണ്ടികളിൽ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ, ശരിക്കും കാർബറേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയാണ്. അതിൻ്റെ ഉള്ളിൽ എത്തനോളും കൂടി വരുമ്പോഴുള്ള കെമിക്കൽ റിയാക്ഷൻസ് മൂലം നമുക്ക് അതിൻ്റെ ജെറ്റ് വരുന്ന ഭാഗങ്ങളിൽ അലുമിനിയം ദ്രവിച്ചു പോവാണ്. അലുമിനിയം മൊത്തത്തിൽ ദ്രവിക്കുന്നുണ്ട്. പെട്ടെന്ന് അതിനകത്ത് ഫുൾ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഭാഗം ജെറ്റ് വരുന്ന ഭാഗങ്ങളാണ്. ഓവർഫ്ലോ നീഡിലൊക്കെ വന്ന ഭാഗം, ആ ഭാഗം ദ്രവിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് കൂടാത്തൊരു കണ്ടീഷൻ വരും. പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരും, കാർബറേറ്റർ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. ഇപ്പം നിലവിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഇന്ന് വരെ ഇല്ല, ഇപ്പോൾ വരെ കാണിച്ചിട്ടില്ല. കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം, കാരണം ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻറ്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയും കംപ്ലയിൻറ്റ് വരും. പക്ഷേ അത് നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നാളെ എന്നുള്ളത് ചിലപ്പോൾ കംപ്ലയിൻറ്റിലേക്ക് വന്നേക്കാം. തൽക്കാലം നമുക്ക് മൈലേജുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ട്യൂണിങ്ങിലേക്ക് ആക്കിയിടാം, അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കാം. തീരെ കുറവാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അഴിക്കുക. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റാൻ കണക്കാക്കി തന്നെ വേണം നമ്മൾ അഴിക്കാനായിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ രീതിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് മാറ്റി കളയാം, അതല്ലെങ്കിൽ തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമുക്ക് കാർബറേറ്റർ ട്യൂണിങ് മാത്രമാണ് ചെയ്യണേ. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2700 അടുത്തങ്ങാണ് കാർബറേറ്ററിൻ്റെ വില വരാം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തേക്കൂടെ അഴിക്കുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കേബിളൊക്കെ അത്യാവശ്യം നല്ല കേബിളാണ്. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻറ്റാണ്, കാരണം കേബിൾ മൊത്തത്തിൽ ഇവിടെ പിരിഞ്ഞൊടിഞ്ഞു പോയേക്കാം. മെക്കാനിസം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ടൈറ്റ് കാണിക്കണില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ ഉപയോഗിക്കാണ്ടിരുന്ന കുറച്ച് ഓടുമ്പോൾ ചിലപ്പോൾ ഒരു എരമ്പൽ സൗണ്ടോട് കൂടിയിട്ട് മീറ്റർ സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. നിലവിൽ നമുക്കിപ്പോൾ കേബിളും ക്രൗണും പിനിയനും മാറ്റിയാൽ മീറ്ററിനൊന്ന് ജീവൻ വെപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കാരണം നമ്മുടെ വണ്ടിയുടെയൊക്കെ മെയിൻ്റനൻസ് എല്ലാം വരുന്നത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 3000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറണം, 4 മാസത്തിലൊരിക്കൽ സർവീസ് ചെയ്യണം. അതാണ് അതിന് ശരിക്കും എൻ്റെ സർവീസ് മെത്തേഡ്. അപ്പോൾ മീറ്റർ വർക്കിംഗ് ആക്കിയിടാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ ജസ്റ്റ് അത് മീറ്ററിന് ജോബ് കാർഡിൽ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ. എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, നോക്കിയിട്ട് പറഞ്ഞാൽ എപ്പോഴും ചെയ്തിടണമെന്ന് നല്ലത് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഓയിൽ കത്തണമുണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്ലഗ് തൽക്കാലം മാറ്റിയിടാം, അതല്ലെങ്കിൽ ഷോർട്ടായിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ താമസിച്ചായിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ അഴിക്കേണ്ടതായിട്ട് വരും, കാരണം ഈ സൈഡ്
സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ ഇവിടെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഇവിടെ ഓയിലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തോതിലാണെങ്കിലും ഓയിൽ ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡ് കേട്ടോ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്കിതും ഇരിക്കണ ബാറ്ററി 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്തുണ്ടല്ലോ, വോൾട്ട് 10.7 വരെ കാണിക്കണുള്ളൂ. നിലവിൽ 12.5 വോൾട്ട് നെറ്റ് വേണം നമുക്ക്. അപ്പോൾ ആ സ്ഥാനത്താണ് 10.7 കാണിക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ ഒരു പ്രാവശ്യം നമ്മൾ അഴിച്ച് ചാർജൊക്കെ ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അതിനുശേഷം വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 2.5 ബാറ്ററി വെച്ച സാധാരണ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിൽക്കാറില്ല. പ്രത്യേകിച്ച് ഡ്രൈ സെൽ ടൈപ്പ് ബാറ്ററി നിൽക്കാറില്ല. ലെഡ് ആസിഡാണെങ്കിൽ പിന്നെ നിൽക്കാറുണ്ട്. ഡ്രൈ ടൈപ്പ് സാധാരണ നിൽക്കാറില്ല നിലവിൽ കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയും നമുക്കതൊന്ന് ചെയ്യാൻ പറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോയിൽ അസംബ്ലി മാറ്റി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു വർഷം ശരിയായി എന്ന് വരില്ല. ഞാനൊന്ന് ഫുൾ ചാർജിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷൻ മോശമാണ്, കാരണം 10.7 കാണിക്കണേ. ലോഡ് കൊടുക്കുമ്പോൾ ഫുള്ള് ഡെഡായി പോവാണ് കേട്ടോ. അത് ഫുൾ ചാർജ് ഇറങ്ങിയേക്കണതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ചാർജിലിട്ട് എടുക്കുക. ഏകദേശം ഒരു 6-7 മണിക്ക് ആവും ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ ഈ ബാക്കിലത്തെ ഈ കൗൾ സെറ്റ് മൊത്തം പൊട്ടിയിരിക്കണം. ഈ സൈഡൊക്കെ മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഭാഗമായിരുന്നു ഇവിടെ, ഈ സൈഡൊക്കെ മൊത്തം പൊട്ടിയേക്കണം കേട്ടോ. ഇവിടെ കൊട്ടം പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.